ഏവർക്കും സൂര്യ സാവരണയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വളരെയധികം പഴക്കംചെന്ന പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് മാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ദേവിയുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കലാപരമായിട്ടുള്ള കളരിക്കും കായികമായിട്ടുള്ള കളരിക്കും പേരുകേട്ട ഒരു ക്ഷേത്രമാണ് എന്നാണ്. അതായത് ആയോധന കലാകളരിയും കലാപരമായിട്ടുള്ള കഥകളി പോലുള്ള കലാരൂപങ്ങളുടെ കളരിയും ഉണ്ടായിരുന്ന പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ ശ്രീലകത്തിനടുത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ്. ഇത്തരത്തിൽ വളരെയധികം നിഷ്ഠയോടുകൂടിയ പൂജകൾ നടക്കുന്ന ഈ മഹത്തരമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ഹരിദ്ര ഗണപതി ഹോമം, രാജമാതംഗി പൂജ, മഹാത്രിപുരസുന്ദരി ഹോമം എന്നിങ്ങനെയുള്ള വിശേഷ ചടങ്ങുകൾ നടക്കാറുണ്ട്. ഹരിദ്ര ഗണപതി ഹോമം എന്ന് പറയുന്നത് നമ്മളുടെ നിത്യജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറുന്നത്, പ്രത്യേകിച്ച് വിവാഹം, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ്സിലെ അഭിവൃദ്ധി മുതലായ കാര്യങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെയൊക്കെ തടസ്സം മാറുന്നതിന് വളരെ വിശേഷമായിട്ടുള്ള ഒരു ഗണപതി സ്വരൂപമാണ് ഹരിദ്ര ഗണപതി എന്ന് പറയുന്നത്. മഞ്ഞൾ പൊടി കൊണ്ട് ഗണപതിയെ സങ്കല്പീയമായിട്ട് ഉണ്ടാക്കി മഞ്ഞൾ കഷണം ഹരിദ്ര ഗണപതി മന്ത്രം കൊണ്ട് ഹോമിക്കുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള കർമ്മമാണ് ഹരിദ്ര ഗണപതി. അതേപോലെ കലകളുടെ ഒക്കെ തന്നെ ദേവിയായിട്ട് പറയുന്നതാണ് രാജമാതംഗി. കല, തൊഴില്, നിപുണത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭജിക്കേണ്ടുന്ന മൂർത്തിയായിട്ടൊക്കെയാണ് രാജമാതംഗിയെ പറ്റി പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കീർത്തനം രാജമാതംഗിയുടേതായിട്ടുണ്ട്. രാജമാതംഗി പാവനി ജനനി പ്രണമാമ്യകര, ജനനി പ്രണമാമ്യകര. ഈ കീർത്തനം രാജമാതംഗിയെ പറ്റിയുള്ളത്. അങ്ങനെയുള്ള ഈ രാജമാതംഗിയുടെ പൂജ കൊണ്ട് തൊഴില്, വിദ്യ മുതലായവയൊക്കെ തന്നെ നമുക്ക് വലിയ പ്രയോജനം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നതിനും മഹാത്രിപുരസുന്ദരിയെ ഭജിക്കുന്നതും ഇത്തരത്തിലെ മഹാത്രിപുരസുന്ദരി ഹോമത്തിൽ പങ്കാളികളാകുന്നതും ഒക്കെ തന്നെ വളരെ ശ്രേയസ്കരമാണെന്ന് പറയുന്നു. അങ്ങനെ ഈ 3 വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ ഒരു ദിവസം നടക്കുന്നു എന്നതും ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മാത്തൂർ ക്ഷേത്രത്തിൽ നടക്കുന്നു എന്നതും വലിയ പ്രാധാന്യമുള്ളതൊന്നും തന്നെയാണ്. നമുക്ക് ഇതിൽ പങ്കെടുക്കുന്നത് വഴി നമ്മളുടെ വിവാഹ തടസ്സങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൽ വിവാഹം, നല്ല പെൺകുട്ടി അല്ലെങ്കിൽ നല്ല ആൺകുട്ടികളുടെയൊക്കെ അവരുമായിട്ടുള്ള വിവാഹത്തിന് ഒക്കെയുള്ള ആ സാധ്യതകളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയും നമ്മളുടെ ജീവിതത്തിൽ നിരവധി തൊഴിലുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നാണ്. അങ്ങനെയുള്ള ഈ പൂജയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഇത് 3 കൂടി ചെയ്യുന്നു എന്നതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം നമ്മൾ കാണേണ്ടതുണ്ട്. മഹാത്രിപുരസുന്ദരി ഹോമം ഇത് മാത്രമല്ല, ഇതിൽ വിവാഹത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബാണേശി, കാമേശി, മാതംഗി, സ്വയംവരപാർവതി മുതലായ മന്ത്രങ്ങളും ഈ ഹോമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ നമ്മൾ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുക്കേണ്ടുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു കർമ്മമാണ്. നമുക്ക് ഇത്തരത്തിൽ ഈ മാത്തൂർ ദേവിയുടെ സന്നിധിയിൽ നടക്കുന്ന വളരെ വിശേഷമായിട്ടുള്ള ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള ഓരോ തടസ്സങ്ങളുമെല്ലാം മാറി അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നല്ല കുടുംബജീവിതവും ഒക്കെ തന്നെ വന്നു ചേരുവാനായിട്ട് കാരണമായി മാറും. അതിന് എല്ലാവരെയും ഗണപതി ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന മെയ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 2024 മെയ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ചയാണ് അത്യപൂർവമായിട്ടുള്ള ഈ കർമ്മം മാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുക. ആലപ്പുഴയിലെ നെടുമുടിക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെടുമുടി ജ്യോതി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 750 കിലോമീറ്റർ മാറിയിട്ടാണ് മാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രമുള്ളത്. അവിടെ എത്തിച്ചേരാൻ കഴിയുന്നവർക്കെല്ലാം തന്നെ എത്തിച്ചേർന്ന് ഈ വിശിഷ്ടമായിട്ടുള്ള ഈ മംഗളകരമായിട്ടുള്ള ഈ പുണ്യകരമായിട്ടുള്ള ഈ കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരെല്ലാം ജീവിതം ധന്യമായി മാറട്ടെ എന്ന് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിൽ എല്ലാവരും പങ്കെടുക്കണം.